ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റ് പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്ന 2 കൊമേഴ്സ് പേപ്പറിൽ ഒന്നായിട്ടുള്ള ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. നമ്മളതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും ദിവസങ്ങൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പുതിയ സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കാരണം നിങ്ങൾ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടേ ഉള്ളൂ. എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ടേം എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ ആദ്യ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പായി വന്നിട്ടുള്ള ഒന്നാണ്. ഇന്നലെയോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലോ വന്നിട്ടുള്ള ഒരു കാര്യമല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ തുടങ്ങിയ കാലം തൊട്ടേ എന്തുണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടേം ഇല്ലെങ്കിൽ പോലും ആ കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടതോ അല്ല. പകരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിലുള്ള മാനേജ്മെൻറ്റ് അറിയാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്നത്. കാരണം ഒരു വീടിനെ മാനേജ് ചെയ്യാണ്, ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും, അല്ലേ, അവിടുത്തെ ചിലവുകളെ കുറിച്ചിട്ട്, അവിടുത്തെ നിങ്ങളുടെ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട്, ആ വീടിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന വ്യക്തി ആരാണ്? നമ്മുടെ അമ്മമാരാണ്. അപ്പം നമ്മൾ ദിവസേന കാണുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. അപ്പോൾ ആ കൺസെപ്റ്റിന് എടുത്താൽ മതി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഉള്ളതാണ്. അതൊരിക്കലും ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് മാത്രമല്ല. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിലുള്ള മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ളതായത്. ഓക്കെ, പക്ഷേ മാനേജ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് എപ്പോൾ വന്നിട്ടുണ്ട്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. മാത്രമല്ല അത് നമ്മുടെ ഡെയിലി ലൈഫിൽ കൂടി ഉള്ളതാണ്. നമ്മളെല്ലാവരും മാനേജറാണ്, അല്ലേ? നമ്മളെല്ലാവരും മാനേജറാണ്. നമ്മുടെ ലൈഫ് മാനേജ് ചെയ്യുന്ന ആളാണ്, നമ്മുടെ കരിയർ മാനേജ് ചെയ്യുന്ന ആളാണ് നമ്മൾ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വരുന്നൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ ടൈം എന്ത് ചെയ്യും? മാനേജ് ചെയ്യും, അല്ലേ? ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ടൈം മാനേജ് എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ടൈം യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്, അല്ലേ? നമ്മളിപ്പം ബൈക്ക് ഓടിക്കുമ്പം റിസ്ക്കാണ്, പക്ഷെ അവിടെ നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങൾ അതിൻ്റെ ആക്സിലേറ്ററും അതിൻ്റെ ബ്രേക്കും ക്ലച്ചും നിങ്ങൾ അതിൻ്റെ ബാലൻസിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ റിസ്ക് നമ്മൾ മിനിമൈസ് ചെയ്യണം. നമ്മളത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ലൊരു ഡ്രൈവർ ആവുന്നത്, അല്ലേ? അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കാര്യമാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു ടേമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലേക്കും അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിൽ ഡിഫറെൻറ്റ് രീതിയിൽ പലവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കൺസെപ്റ്റ് അല്ല ചിലപ്പം മറ്റൊരാൾ പറയാം. അപ്പോൾ നമ്മുടെ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒട്ടേറെ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഉണ്ട്. ആ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഒരു 6-7 ഡെഫിനിഷൻസ് മാത്രം നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. ഈ ഡെഫിനിഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോട്ടിൽ എഴുതണം. എന്നതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഡെഫിനിഷൻസ് നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. കാരണം ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് ഇനി അങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഈ ഡെഫിനിഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, പകരം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതേപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ എക്സാമിനൊക്കെ എന്തായാലും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ടേം ചോദിക്കാതെ പോവില്ല, എങ്ങനെയാണെങ്കിലും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഇത് മാത്രമല്ല, കൂടെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം, ഓരോ മീനിങ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് മീനിങ് നോക്കാം, അതിനുശേഷം നമ്മൾ അതിൻ്റെ കൺസെപ്റ്റുകൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോകും. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഗ്രോയിങ് ഡിസിപ്ലിൻ. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ച് മനസ്സിലായി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോയിങ് ഡിസിപ്ലിനാണ്. അതായത്
അത് ഓരോ ദിവസവും അതിലുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയി വരികയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സബ്ജക്റ്റാണ്. ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ് എന്നുള്ളതാണ്. ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ആയി വന്നിട്ടുണ്ട് അല്ലേ. കൊമേഴ്സ് എന്ന പോലെ തന്നെ മാനേജ്മെൻറ്റ് ഉണ്ട്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയാം, നമ്മുടെ ഒരു സ്ട്രീമിനെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ BCom ഉണ്ട്, BBA ഉണ്ട്. BCom എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്, BBA എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പേരൊക്കെ എന്താ? കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നായിരിക്കും. അതായത് കൊമേഴ്സും മാനേജ്മെൻറ്റ് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു ഗ്രോയിങ് ഡിസിപ്ലിനാണ്. ഡെയിലി അതിൽ കുറേ അഡീഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ബിക്കം keyword not only in the industrial sector but also in other sector of economy. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാത്രമല്ല ഇത് വരിക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള പല സെക്ടേഴ്സിലും എന്ത് വരുന്നുണ്ട്? മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, when 2 or more persons work together attain certain objective, management is required. അതായത് 2 അതിലധികമോ പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്, എന്തിനു വേണ്ടിയിട്ട്? ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ എന്ത് വേണം? നിർബന്ധമായ മാനേജ്മെൻറ്റ് വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 2 പേര്, 2 അല്ല 3 പേര് നമ്മളൊരു ചെറിയൊരു ഫേം തുടങ്ങിയെന്ന് വിചാരിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അത് നടത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ലോസ് വന്നേക്കാം, നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം, തകർന്ന് തരിപ്പണമായേക്കാം. പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യം നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ മാനേജ്മെൻറ്റ് വേണം. കാരണം എത്ര ക്യാഷ് നമ്മൾ യൂസ് ചെയ്യണം, എത്ര ക്യാഷിന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണം, എത്രക്ക് നമ്മൾ വിൽക്കണം, എങ്ങനെ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കണം, അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്സ് ഉപയോഗിക്കണം. അപ്പോൾ അവിടെ ഈ ആരാണോ അതിന് ഹയർ അതോറിറ്റി അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഈ സെർട്ടൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കാര്യം, അതായത് കോമൺ ഒബ്ജക്റ്റീവ് നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം 2 അതിലധികമോ പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് അവിടെ എന്ത് വേണം? ഒരു മാനേജ്മെൻറ്റ് നിർബന്ധമാണെന്നുള്ളതാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി വിച്ച് ഈസ് നെസസറി ഇൻ ഡേ ടു ഡേ ലൈഫ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് എല്ലാ തരത്തിലും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഓൾഡ് കൺസെപ്റ്റ്. മാനേജ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഓൾഡ് കൺസെപ്റ്റാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ആൻഡ് ഓൾഡ് ആസ് എ ഹ്യൂമൻ കൈൻഡ്. അതായത് മനുഷ്യന്മാർ വന്നിട്ടുള്ള അവരെ തുടങ്ങി മുതൽ എന്തുണ്ട്? മാനേജ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, എന്ന് മുതലാണോ മനുഷ്യൻ എന്നുള്ളൊരു ഇത് ഡെവലപ്പായി വന്നിട്ടുള്ളൂ, അന്ന് മുതലേ മാനേജ്മെൻറ്റും ഡെവലപ്പായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ അത്രയും പ്രായം എന്തിനുണ്ടാവും? മാനേജ്മെൻറ്റിനും ഉണ്ടാകും. ഇൻ ആൻഷ്യൻ ടൈം ദ ലീഡേഴ്സ് ഓഫ് എ ട്രൈബ് ടുക്ക് പ്രോപ്പർ സ്റ്റെപ്പ് ടു സേഫ് ഗാർഡ് ദ ഫാമിലി മെമ്പേഴ്സ് ഫ്രം വൈൽഡ് ആനിമൽസ്. അതായത് പ്രാചീന കാലത്തൊക്കെ അവിടുത്തെ നമ്മൾ ട്രൈബ്സ്, അതായത് കാട്ടുവാസികൾ, ട്രൈബ്സ് ജീവിക്കുന്ന സമയത്ത് ആ സമയത്താണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കൺസെപ്റ്റൊക്കെ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ താമസിക്കുന്നതിൽ ഒരാളെ, ഫാമിലി മെമ്പേഴ്സിൽ ഒരാളെ നമ്മൾ ലീഡറായിട്ട് സെലക്ട് ചെയ്യും. ഏറ്റവും മൂത്ത ആളായിരിക്കാം മേ ബി, ഒരാളെ നമ്മൾ ലീഡറായി സെലക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടേക്ക് പ്രോപ്പർ സ്റ്റെപ്പ് ടു സേഫ് ഗാർഡ് ദ ഫാമിലി മെമ്പേഴ്സ് ഫ്രം വൈൽഡ് ആനിമൽസിന് അതിൽ നിന്ന് അവരെ എന്ത് ചെയ്യാണ്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ലീഡർ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ അവരാണ് എന്ത്? മാനേജർ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് മാനേജർ കൺസിഡർ വന്നിട്ടുള്ളത്. പക്ഷേ അന്ന് ഇതേപോലെ ഒരു ലീഡർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ട്രൈബ് ലീഡർ സെലക്ട് ടീം മെമ്പേഴ്സ് ആൻഡ് പ്ലേസിംഗ് ഫോർ ഹണ്ടിങ്. നമ്മൾ എന്ത് ചെയ്യും? ആ ലീഡറാണ് അവരുടെ ടീം മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുക. അവർക്ക് ഓരോരുത്തരെയും പ്ലേസ് ചെയ്യും, ഓരോ ജോലികൾ ഏൽപ്പിക്കും, അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരും. ഓക്കെ, ഇറ്റ് റിവീൽഡ് ദാറ്റ് സം സോർട്ട് ഓഫ് മാനേജ്മെൻറ്റ് വാസ് പ്രിവലൻറ്റ് ഇൻ ആൻഷ്യൻറ്റ് പീരീഡ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലായി അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ എക്സിസ്റ്റ് ഇൻ റിലേഷൻ വിത്ത് മാനേജ്മെൻറ്റ്, സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗിവ് ആൻ പ്രിസൈസ് മീനിങ് ടു ടേം മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും വൈഡ് കൺസെപ്റ്റാണ്. അപ്പം ഡിഫറെൻറ്റ് രീതിയിൽ, ഡിഫറെൻറ്റ് ആംഗിളിൽ, ഡിഫറെൻറ്റ് തിങ്കേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ട്? മാനേജ്മെൻറ്റ് മീനിങ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ക്ലിയർ ഡെഫിനേഷൻ, ക്ലിയർ മീനിങ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് അതോറിറ്റീസ് വ്യൂഡ് മാനേജ്മെൻറ്റ് ഫ്രം ദെയർ ഓൺ ആംഗിൾസ്. ഡിഫറെൻറ്റ് തിങ്കേഴ്സ്, അതോറിറ്റീസ് ഡിഫറെൻറ്റ് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, എങ്ങനെയാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പറയാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം വ്യക്തികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? മാനേജ്മെൻറ്റ് വേണം. അത് ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഏൽപ്പിച്ച് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നടത്താൻ ഒരു മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ,
അതുപോലെ തന്നെ നമ്മുടെ സക്സസ്, നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താ? സക്സസ് എത്തുക. സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു അച്ചീവ് ഒബ്ജക്റ്റീവ് അല്ലേ? നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഒരു ബിസിനസ് ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അറ്റൈൻ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അതായത് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫേമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതായത് സക്സസ്സിലെത്തുക, അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക. അപ്പോൾ അത് നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് വേണം, ടീം വർക്ക് വേണം അല്ലേ? അവർ ഓരോരുത്തരുടെയും ടീം വർക്കും ഐഡിയാസും വിഷൻ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് എത്തുള്ളൂ? സക്സസ്സിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം? മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് എന്താ മാനേജ്മെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒരു മീനിങ് നോക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഓർഗനൈസിങ്, ലീഡിങ്, മോട്ടിവേഷൻ ആൻഡ് കൺട്രോളിങ് ദ ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഇൻഫർമേഷണൽ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു റീച്ച് ഇറ്റ്സ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. മാനേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മാനേജ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്താ പ്രോസസ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു പ്രക്രിയയാണ് അല്ല. അതിൽ കുറേ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിൽ ഒന്നിലധികം സ്റ്റെപ്പുകൾ ഉണ്ടാവും. പ്രോസസ്സാണ്. ഒന്ന് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് അടുത്ത് കുറേ സ്റ്റെപ്പുകൾ അതിലുണ്ടാകും എന്നതുകൊണ്ടാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ? പ്രക്രിയ അല്ലേ? ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കൊണ്ടിരിക്കും. അതാണ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ലീഡിങ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, കൺട്രോളിങ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ് എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? കൺട്രോളിങ് ദ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിനെ നമ്മുടെ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഇൻഫർമേഷണൽ റിസോഴ്സിന് ഓഫ് ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ റിസോഴ്സിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അതായത് മണി, ക്യാഷ്, ഫണ്ട്, ഇതിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം അല്ലേ? വെറുതെ നമ്മൾ തോന്നിയ രീതിയിൽ നമുക്ക് ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ അസറ്റുകൾ, കമ്പനിക്ക് അസറ്റുകൾ, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ബിൽഡിങ്, മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ വേണം, എത്ര വേണം, ആ കാര്യങ്ങളിൽ അവർ കൃത്യമായിട്ട് നോക്കി മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ റിസോഴ്സസ്, ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. ടു റീച്ച് ഇറ്റ്സ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഈ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ലീഡിങ്ങും മോട്ടിവേഷനൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ഗോൾസ് ഏറ്റവും എപ്പക്സ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നവരുടെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക. എങ്ങനെ? എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്, വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ? അവരുടെ ആ ഗോള് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് അവരെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളിൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതല്ല. പകരം പ്ലാനിങ് നടത്തുക, ഡിസിഷൻ മേക്കിംഗ് എടുക്കുക, അവരെല്ലാം ഓർഗനൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട്? കമ്പനിയുടെ കോമൺ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് വേണ്ടിയിട്ട്. ഓക്കെ, വിത്ത് എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഒരു മീനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ മതി, ബാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സബ്ജക്റ്റ് മൊത്തം നമ്മൾ പഠിച്ച് കഴിയും. ഓക്കെ, കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ്, മോട്ടിവേഷൻ, കൺട്രോളിങ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ് ഡിഫറെൻറ്റ് തിങ്കേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഒരു തിങ്കർ പറയുന്ന രീതിയിലല്ല മറ്റൊരാൾ പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ആംഗിളിൽ നമുക്ക് മാനേജ്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നമ്മളെ മാനേജ്മെൻറ്റ് 5 കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. 5 കൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഫങ്ഷണൽ കൺസെപ്റ്റ്, ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ്, ലീഡർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്, പ്രൊഡക്റ്റീവ് കൺസെപ്റ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ്. ഇതാണ് 5 മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ കൺസെപ്റ്റ് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റീവ് കൺസെപ്റ്റ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോ രീതിയിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് ഫങ്ഷൻ എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് ഒരു ഫങ്ഷനാണ്. അടുത്തത് അതൊരു ഹ്യൂമൻ റിലേഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതാണ്, മറ്റു ചിലർ ഇൻ്റഗ്രേറ്റീവ്. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഈ 5 കൺസെപ്റ്റിലും പറഞ്ഞിരിക്കുന്ന
ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ്ട് ഓരോ കൺസെപ്റ്റിൽ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഡെഫിനിഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ അത് നിങ്ങൾ നോട്ടിൽ എഴുതുക. അതോടൊപ്പം തന്നെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ആ പറഞ്ഞിരിക്കുന്ന തിങ്കർ പേരടക്കം നിങ്ങൾ പഠിക്കുക. നമ്മൾ കുറേ തിങ്കേഴ്സിന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. മാനേജ്മെൻറ്റ് മാത്രമല്ല, ഇനി നിങ്ങൾ കൊമേഴ്സ് വലിയ BCom കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ ലോകത്തിലുള്ള ഒരുവിധം മാനേജ്മെൻറ്റ് തിങ്കേഴ്സിന് അല്ലെങ്കിൽ കൊമേഴ്സ് തിങ്കേഴ്സിനൊക്കെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അവരൊക്കെ നിങ്ങൾ പേര് ഓർത്ത് വെക്കുക. നാളെ നിങ്ങൾക്ക് പറയേണ്ടി വരും. നാളെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയം നിങ്ങൾ അവരുടെ പേര് നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആരാണോ ആ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് വേണം അവരുടെ ആ ഡെഫിനേഷൻ പഠിച്ചു വെക്കാൻ. ജസ്റ്റ് ആ ഡെഫിനേഷൻ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ആരാണോ പറഞ്ഞിരിക്കുന്നതും കൂടി നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ കൺസെപ്റ്റാണ്. ഫങ്ഷണൽ, അതായത് മാനേജ്മെൻറ്റിനെ ഒരു ഫങ്ഷനായിട്ടാണ് കരുതുന്നത്. ഒരു കമ്പനിയുടെ അവരുടെ ഒരു ഫങ്ഷൻ എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തിങ്കറുടെയും അതുപോലെ തന്നെ ജോർജ് ആർ ടെറി എന്ന് പറഞ്ഞ മറ്റൊരു മാനേജ്മെൻറ്റ് തിങ്കറുടെയും ഡെഫിനേഷനാണ് പഠിക്കാനുള്ളത്. ഈ രണ്ട് പേരുടെയും ഡെഫിനേഷനും നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. നിങ്ങളത് എക്സാമിന് എഴുതേണ്ടി വരും. അപ്പോൾ ഈ പേരടക്കം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഹെൻറി ഫയോൾ തന്നിട്ടുള്ള ഡെഫിനേഷൻ നോക്കാം. ഒരു സിമ്പിളായ ഡെഫിനേഷനാണ്. അതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പോലും ഇല്ല, വളരെ സിമ്പിളാണ്. ടു മാനേജ് ഈസ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ഫയോൾ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പഠിക്കാനൊന്നുമില്ല. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് ഫൈനലി ടു കൺട്രോൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പറയുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് അതും കൂടി നിങ്ങൾ ചേർത്തിട്ട് വേണം പറയാൻ. അടുത്തൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ജോർജ് ആർ ടെറി തന്ന ഡെഫിനേഷനാണ്. ജോർജ് ആർ ടെറി അടുത്തൊരു തിങ്കറാണ്. നമ്മൾ ഇനിയും പഠിക്കാൻ കുറേ സമയത്ത് പഠിക്കുമ്പോൾ ഈ ടേമൊക്കെ വീണ്ടും നമ്മൾ ആവർത്തിച്ച് കേൾക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവരൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജോർജ് ആർ ടെറി പറഞ്ഞിരിക്കുന്നത് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ടിവേറ്റിംഗ്, കൺട്രോളിങ് ദ പെർഫോമൻസ് to determine and accomplish objectives by the use of human beings and other resources. പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ്, മാനേജ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സാണ്, ഒരു സെപ്പറേറ്റ് ഒരു പ്രോസസ്സാണ്. അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അടങ്ങിയിട്ടുണ്ട്, ഓർഗനൈസ് എന്ന് പറഞ്ഞ കാര്യം അടങ്ങിയിട്ടുണ്ട്, ആക്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം അടങ്ങിയിട്ടുണ്ട്, കൺട്രോളിംഗ് ഓഫ് പെർഫോമൻസ് കൺട്രോൾ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ആൻഡ് ഓൾസോ പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൂടാതെ ടു ഡിറ്റർമൈൻ ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് എന്തും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക, കണ്ടുപിടിക്കുക, and അതോടൊപ്പം അത് അക്കംപ്ലിഷ് ചെയ്യുക, അത് നേടിയെടുക്കാൻ കൂടി എന്ത് ചെയ്യുക, അവർ ചെയ്യുക. ഇതാണ് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബൈ ദി യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ റിസോഴ്സസ്. എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ടു ഡിറ്റർമൈൻ ആൻഡ് അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കുന്നുണ്ട് ആൻഡ് നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. എങ്ങനെ നേടിയെടുക്കുന്നത്? ബൈ ദ യൂസ് ഓഫ്, എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ആരെ സഹായം കൊണ്ടാണ് നേടിയെടുക്കുന്നത്? ഒരു ദിവസം വെറുതെ വന്ന് മാനേജറോട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താവില്ല, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കാനും അത് നേടിയെടുക്കാനും പറ്റില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ദി യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ റിസോഴ്സസ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ, ഹ്യൂമൻ എഫേർട്ടിനെ, കമ്പനിയുടെ വർക്കേഴ്സിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അവരുടെ സഹായത്തോടെയും വിത്ത് അതർ റിസോഴ്സസ് എന്ന് പറയുന്നത് മണി റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, ഇൻഫർമേഷണൽ റിസോഴ്സസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ് ഉണ്ട്. അതായത് നമുക്ക് ക്യാഷ് വേണം അല്ലേ, ഫണ്ട് വേണ്ട വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ എംപ്ലോയീസ് വേണം, അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് വേണം അല്ലേ, ഓർഗനൈസേഷൻ വേണം അല്ലേ, മെറ്റീരിയൽ വേണം. അങ്ങനെ നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം കൂടി ഒരുമിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ജോർജ് ആർ ടെറി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റാണ്. ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് ലോറൻസ് അപ്ലൈ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷനാണ്, വളരെ സിമ്പിളായ ഡെഫിനേഷനാണ്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ എഫേർട്ട് ഓഫ് അതർ പീപ്പിൾ. നിങ്ങൾ
ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പഠിച്ചിട്ടുള്ള ടേമായിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയും, മാനേജ്മെൻറ്റ് ഈസ് എ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറയും. മറ്റുള്ളവരിൽ കൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യം, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് അല്ലേ. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് അല്ലേ. മാനേജ്മെൻറ്റ് ഈസ് എ ഗെറ്റിംഗ് തിങ്സ്, നമ്മൾ നേടിയെടുക്കുകയാണ്. എന്ത് നേടിയെടുക്കുകയാണ്? ഡൺ ത്രൂ എഫേർട്ട് ഓഫ് അതർ പീപ്പിൾ. ബാക്കിയുള്ള നമ്മുടെ എംപ്ലോയീസിനെ അവരുടെ എഫേർട്ടിന് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പല കാര്യങ്ങളും നേടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കമ്പനിയുള്ള കാര്യം തന്നെയാണിത് അല്ലേ. നമ്മൾ ഒരു മാനേജർ ഉണ്ടാവും, അവർ ബാക്കിയുള്ളവർക്ക് അവർക്ക് ഗൈഡ്ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ് ഒക്കെ കൊടുത്തിട്ട് അവരിൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുകയാണ്. ഈ ഒരു കാര്യം തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെറോൾഡ് കൂൺസ് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ഡെഫിനേഷനാണ്, കുറച്ച് വലുതാണെങ്കിൽ പോലും വളരെ സിമ്പിളാണ്. നോക്കാം എന്താണെന്നുള്ളത്. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ. എന്താണ് ഇവിടെ പറയുന്ന കാര്യം? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ എന്ന് പറയുന്നത്. ഡൺ ത്രൂ അവരിലൂടെയും അതുപോലെ തന്നെ അവരും കൂടിയിട്ടാണ് വരിക. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക മാത്രമല്ല, അവരെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുകയാണ്, വിത്ത് പീപ്പിൾ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് എന്താണ് പീപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിലൂടെ നമ്മൾ എന്താണ് നേടിയെടുക്കുകയാണ്. ആ ഒരു ആർട്ടാണ്, ഒരു കലയാണെന്ന് പറയുന്നത്. ആ ഒരു കലയെ പറയുന്ന പേരാണ് മാനേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ് എന്ന് പറയുന്ന ഒരു കലയാണെന്നാണ് ഹെറോൾഡ് കൂൺസ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരിലൂടെ നമ്മൾ നേടിയെടുക്കുക, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ച് അവരുടെ കൂടെ നമ്മൾ നേടിയെടുക്കുന്നൊരു നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നൊരു ആർട്ടിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് എൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ പെർഫോം ആസ് ഇൻഡിവിജ്വൽ യെറ്റ് കോപ്പറേറ്റ് ടുവാർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റ്, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഇൻഡിവിജ്വൽസിനും അവർക്ക് പെർഫോം ചെയ്യാനും അവർ ഒരുമിച്ച് അവരോട് കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു അറ്റൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്, നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും എന്തിലാണ്, മാനേജ്മെൻറ്റ് എന്ന് വരും. ഓക്കെ, ഇതാണ് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻസ് അതായത് ഹ്യൂമൻസിലൂടെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റാണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയായിട്ടാണ് മാനേജ്മെൻറ്റ് ഇവിടെ കാണുന്നത്. ഇതിൽ പീറ്റേഴ്സൺ ആൻഡ് E.G. പ്ലോമാൻ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ടെക്നിക് ബൈ മീൻസ് ഓഫ് വിച്ച് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പർട്ടിക്കുലർ ഹ്യൂമൻ ഗ്രൂപ്പ് ആർ ഡിറ്റർമൈൻഡ്, ക്ലാസിഫൈഡ് ആൻഡ് എഫക്റ്റഡ്. അതായത് നമ്മുടെ പേർപ്പസും നമ്മുടെ ഒബ്ജക്റ്റീവും ഡിറ്റർമൈൻ ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നേടിയെടുക്കുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ശരിക്കും ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടാണ് കരുതുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഉപാധിയാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവും പേർപ്പസും കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഇതിലൂടെ അവർ തിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോസ്മോർ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. വളരെ സിമ്പിളാണ്, മാനേജ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഈ രീതിയിൽ അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റാണ്. പ്രൊഡക്ടിവിറ്റി അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഫങ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് F.W. ടൈലറാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ടുള്ള F.W. ടൈലറാണ് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ മാനേജ്മെൻറ്റിനെ തിങ്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്: മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. വളരെ 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 എന്താണ് ക്ലിയർ ആയിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് ആർട്ട്. ഇവർ മാനേജ്മെൻറ്റ് ആർട്ടാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, ടൈലറും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കലയാണ് മാനേജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, വളരെ നല്ല കഴിവുള്ള സ്കില്ലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് അതിന് ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആർട്ട് ഓഫ് എന്താണ് അതിലുള്ളത്? നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതോടൊപ്പം തന്നെ അത് ചെയ്തിരിക്കുന്നത്
എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് വേ, അതായത് കമ്പനിക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുകയാണ് മാനേജ്മെൻറ്റിനോട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മനസ്സിലായി. അതായത് നമ്മുടെ കമ്പനിയുടെ ഒരു ബിസിനസ് വുമൻ്റെ ഏറ്റവും മെയിനായിട്ട് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, മാക്സിമൈസ് പ്രൊഡക്ഷൻ വിത്ത് എന്താണ് മിനിമം കോസ്റ്റ്. അതായത് കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക, നമ്മുടെ ചിലവ് മാക്സിമം കുറച്ചിട്ട് മാക്സിമം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും കോസ്റ്റ് കൂടെ ആഗ്രഹിക്കില്ല. അപ്പോൾ കോസ്റ്റ് കുറച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ്, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പെടുത്തണം. ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, ഏറ്റവും ബെസ്റ്റ് രീതിയിലും ആവണം, അതുപോലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആവണം, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഒരു ആർട്ടാണ് ശരിക്കും മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് FW ടൈലർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഫൈനലി ഏറ്റവും അവസാനത്തെ ഒരു കൺസെപ്റ്റാണ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് ബിസിനസ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വീലർ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, ബിസിനസ് മാനേജ്മെൻറ്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി വിച്ച് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. എന്താണ് ബിസിനസ് എന്ന് പറയുന്നത്? ഇസ് എ ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് പറയുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്, നമ്മുടെ മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനോ അതുപോലെ തന്നെ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷൻ, ബിസിനസ് എൻ്റർപ്രൈസിനെയും ഡയറക്റ്റ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഹ്യൂമൻ ആക്ടിവിറ്റി പറയുന്ന പേരാണ് ബിസിനസ് മാൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഫേമിനെയും ഓർഗനൈസേഷൻ്റെയും കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ്, ബിസിനസ് മാൻ എന്ന് പറയുന്നതെന്നാണ് വീലർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജേഴ്സ് ഓഫ് ദ ഫേം ഹു ഇൻ്റഗ്രേറ്റ് മെൻ, മെറ്റീരിയൽ, മണി ഇൻ ടു എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻ്റഗ്രേഷനാണ്. എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്? മാനേജ് എന്ന് പറയുന്നത് മാനേജർ ഓഫ് ദ ഫേം ഹു ഇൻ്റഗ്രേറ്റ്, ഒരുമിപ്പിക്കുക. എന്തിനാ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? മെൻ, മെറ്റീരിയൽ, മണി, ഈ 3 സാധനങ്ങളെയും ഒരുമിച്ച് ഏറ്റവും എഫിഷ്യൻ്റായി യൂസ് ചെയ്തിട്ട് നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മെൻ, ഹ്യൂമൻ റിസോഴ്സസും അതുപോലെ തന്നെ മെറ്റീരിയൽ, അതുപോലെ തന്നെ മണി, ക്യാഷ്, ഈ 3 കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫിസിക്കൽ, മെറ്റീരിയലാണ് ഉദ്ദേശിക്കുന്നത്, ഫിസിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, ഫിസിക്കൽ റിസോഴ്സ് ആൻഡ് എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ഈ 3 റിസോഴ്സുകളും ഈ 3 കാര്യങ്ങളും ഒരുമിക്കുക. അതായത് നമുക്കൊരു ഓർഗനൈസേഷൻ നടത്തി പോകണമെങ്കിൽ എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം, നമ്മുടെ മനുഷ്യന്മാർ വേണം, അതിന് അതോടൊപ്പം തന്നെ അവിടെ മെറ്റീരിയൽ വേണം, അല്ലേ? വേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ റിസോഴ്സ് വേണം, സ്ഥലം വേണം, ബിൽഡിംഗ് വേണം, മെഷീൻസ് വേണം, ടൂൾസ് വേണം, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടി വേണം? ക്യാഷ് വേണം. ഫണ്ടില്ലാതെ നമുക്കൊന്നും നടക്കില്ല, നമുക്ക് ഒരു കാര്യം നടക്കില്ല. മനുഷ്യന്മാരുണ്ടായിട്ട് കാര്യമില്ല, മനുഷ്യർക്ക് സാലറി കൊടുക്കണം, ബാക്കി എന്താണ് നമ്മുടെ സാധനങ്ങൾ വാങ്ങണം, അല്ലേ? മെഷീനറി വാങ്ങണം, ഇതിനൊക്കെ ക്യാഷ് വേണം. അപ്പോൾ ഈ ക്യാഷ് വേണം. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ചിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തിട്ടൊരു എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്, ഒരു ഫേം തുടങ്ങുക അല്ലെങ്കിൽ ഫേമിനെ നിലനിർത്തി പോകുക എന്നുള്ളതാണ് എന്ത് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് വീലർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു അവസാനത്തെ ഒരു ഡെഫിനിഷൻ കൂടി തരുന്നുണ്ട്. കെയ്ത്ത് ആൻഡ് ഗിബ്ലൈൻ തന്നിട്ടുള്ള ഡെഫിനിഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ഫോഴ്സ് ദാറ്റ് ഇൻ്റഗ്രേറ്റ് മെൻ ആൻഡ് ഫിസിക്കൽ പ്ലാൻ ഇൻ ടു എഫക്റ്റീവ് ഓപ്പറേറ്റീവ് യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മുടെ മനുഷ്യന്മാരെയും ഒരു ഫിസിക്കൽ പ്ലാനിനെയും കൃത്യമായിട്ട് എന്താണ് യോജിപ്പിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് യൂണിറ്റ്, ഒരു ഫേമിനെ സ്റ്റാർട്ട് ചെയ്യുന്ന, ഒരു ഫേമിനെ നമ്മൾ നിലനിർത്തി പോകുന്ന ഒരു പ്രൊസീജിയറാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതായത് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഈ റിസോഴ്സൊക്കെ ഒരുമിച്ചിട്ട് നമ്മളൊരു കാര്യം നേടിയെടുക്കുക, അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഈ പറഞ്ഞ ഡെഫിനേഷനിൽ നിങ്ങൾ മിനിമം ഒരു 2-3 ഡെഫിനേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. വളരെ വൃത്തിയായിട്ട് നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.